ഏറെക്കാലമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബി ജെ പി എന്തെങ്കിലും നേടുമോ? ഈ മണ്ഡലത്തിൽ ജയിക്കും? എത്ര വോട്ട് പിടിക്കും? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. നിയമം തിരിച്ചു പിടിക്കുമോ? തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതെങ്കിലും നിയമസഭാ മണ്ഡലം പിടിക്കുമോ? മഞ്ചേശ്വരം പിടിക്കുമോ? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി നിൽക്കുകയാണ്. എൽ ഡി എഫ് യു ഡി എഫ് പ്രധാന മുന്നണികളുടെ ഇടയിലേക്കാണ് ഒരു മുന്നേറ്റവുമായിട്ട് എൻ ഡി എ മുന്നണി കടന്നു വന്നിരിക്കുന്നത്. അവിടെയും ഘടകകക്ഷികളുണ്ട്. പ്രധാന ഘടകകക്ഷികൾ എന്ന് പറയുന്നത് ബി ഡി ജെ എസ് ആണ്. ബി ഡി ജെ എസ് വളരെ നിർണായകമായിട്ടുണ്ട്. വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില മണ്ഡലങ്ങളൊക്കെ യു ഡി എഫിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ളത് ഈ സമീപ സമയത്ത് എൻ ഡി എയിലേക്ക് പ്രവേശിച്ച സാബു ജേക്കബിൻ്റെ 2020, അതുപോലെ കാമരാജ് കോൺഗ്രസ്, താമരാക്ഷൻ വിഭാഗത്തിൻ്റെ JSS, ചിരാഗ് പാസ്വാന്റെ പാർട്ടി, ഇങ്ങനെ പോകുന്നു ഘടകകക്ഷികൾ. അപ്പോൾ എന്തായാലും ഈ പലയിടങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കും, പിടിച്ചെടുക്കും. 38 സീറ്റ് വരെ വലിയ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടൊക്കെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. വലിയ കടന്നുകയറ്റമായിരിക്കും ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങളിലേക്ക് എന്നൊക്കെയുള്ള നിരീക്ഷണവും നിലനിൽക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഇങ്ങ് തിരുവനന്തപുരം മുതൽ നമ്മളങ്ങ് വടക്കേ അറ്റം വരെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര ഇടങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറും എന്നുള്ളത് ഈ 2021 വോട്ട്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായ വോട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്നിവ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്തി പോകാൻ കഴിയും. ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയ നേട്ടം ഉണ്ടാക്കണം ബി ജെ പിക്ക് എന്നാണ് കണക്ക് കൂട്ടുന്നത്. കാരണം തൃശ്ശൂരിനേക്കാൾ മുമ്പ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കിട്ടും എന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു ജനപ്രീതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിടെ സ്ത്രീകളുടെ വോട്ട്, ഒരു സിനിമാ പരിവേഷമുണ്ട്, വൃദ്ധജനങ്ങളുടെ വോട്ട്, യുവനിരയുടെ വോട്ട്, ഇതൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂർ എന്ന് പറയുന്ന MP-യുടെ തിരുവനന്തപുരത്തിന് കിട്ടിയ നേട്ടങ്ങൾ കൊണ്ടൊന്നുമല്ല വിജയിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അക്കാദമിക് നിലവാരം, ഒരു പ്രൊഫൈൽ, അതുപോലെ തന്നെ സ്ത്രീജനങ്ങളുടെ വോട്ട്, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും അത്തരത്തിൽ സുരേഷ് ഗോപിയെയും തരൂരിനെ അത്തരത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയില് BJP ഉന്നം വെച്ചിരിക്കുന്നത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും. പക്ഷെ അത് തീരദേശ മേഖലയാണ്, ക്രൈസ്തവ മുസ്ലിം വിഭാഗമാണ്. അതുകൊണ്ട് അവിടെ വിജയസാധ്യതയൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. 2ാം സ്ഥാനം തന്നെ വരുമോ എന്നും സംശയത്തിലാണ്. 2021 വന്നിട്ട് കൃഷ്ണകുമാറായിരുന്നു അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ഇതുകൂടാതെ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, കാട്ടാക്കട മണ്ഡലങ്ങളും BJP ശക്തി കേന്ദ്രങ്ങളായിട്ടാണ് കാണുന്നത്. ഇവിടങ്ങളിലൊക്കെ വലിയ വിജയം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ ഇവിടങ്ങളിൽ എന്തായാലും 2ാം സ്ഥാനത്ത് തന്നെയായിരിക്കും, അത് മാറ്റമില്ലാത്ത കാര്യമാണ്. ഇനി വിജയത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മികച്ച സ്ഥാനാർത്ഥികൾ, ഇവരുടെ പ്രവർത്തന രീതികളുടെ ഒരു കഴിവ്, ഇതെല്ലാം വ്യക്തമായിട്ട് വോട്ടിലേക്ക് മാറുമെന്നുള്ളതാണ്. നേമത്ത് ഇപ്പൊ ശിവൻകുട്ടി വന്നു കഴിഞ്ഞാൽ സംഭവം വേറൊരു തരത്തിലേക്ക് മാറും. ശിവൻകുട്ടിക്ക് താഴെത്തട്ടിലുള്ള ബന്ധം, പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഒരു വിഷൻ, ആ വിഷൻ എന്തായാലും ശിവൻകുട്ടിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ്
ഇത് ഏത് തരത്തിലേക്ക് മാറും എന്നുള്ളത് നമ്മൾ അവിടുത്തെ വോട്ടർമാർ തീർച്ചപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കൊല്ലത്തിലേക്ക് വന്നാൽ, കൊല്ലത്തിൽ ഒരു മണ്ഡലം മാത്രമാണ് BJPയുടെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുന്നത്, 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവിടെ വിജയസാധ്യത ഉണ്ട് എന്ന് ഉറപ്പിച്ച് A ക്ലാസ് മണ്ഡലത്തിൽ നിർത്തിയുള്ള പ്രവർത്തനമാണ്. അത് ചാത്തന്നൂർ മണ്ഡലമാണ്. പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 മണ്ഡലങ്ങളാണ് ഇവരുടെ നോട്ടം. പത്തനംതിട്ട ജില്ലയിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടുതൽ BJPക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ കോന്നിയും ആറന്മുളയുമാണ് നോട്ടമിട്ടിരിക്കുന്നത്. കോന്നി എന്ന് പറയുന്നത് അടൂർ പ്രകാശ് മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥിതി അങ്ങ് മാറും. അടൂർ പ്രകാശ് കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഒരുപക്ഷെ അടൂർ പ്രകാശിന് ഇവിടേക്ക് MP-മാര് മത്സരിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. പിന്നെ CPM-ന്റെ ഒരു കോട്ടയും കൂടിയാണ് കോന്നി. അതുകൊണ്ട് അവിടെ അത്ര പെട്ടെന്ന് കടന്നു കയറുക എന്ന് പറയുന്നതും എളുപ്പമുള്ള കാര്യമല്ല. ഇവിടങ്ങളിലൊക്കെ ഒരുപക്ഷെ 2ാം സ്ഥാനത്തെത്തും. അതുപോലെ തന്നെ ആറന്മുളയിൽ വീണ ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരമുണ്ട്. കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. വിമാനത്താവള വിരുദ്ധ സമരമൊക്കെ നടന്ന് ആറന്മുള ഈ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരിടമായി മാറിയ മണ്ണുകൂടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആലപ്പുഴയിലേക്ക് വന്നാൽ തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ ഈ 3 ജില്ലകളാണ് BJP ശക്തി കേന്ദ്രങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. ആലപ്പുഴയിലെ ചെങ്ങന്നൂരും കായംകുളവും അമ്പലപ്പുഴയുമാണ് അവരുടെ ഉന്നം. കായംകുളം നമുക്കറിയാം, കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നാണ് അറിയുന്നത്. പക്ഷെ അത് എത്ര കണ്ട് ഉറപ്പായിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പാർലമെന്റ് മണ്ഡലം ഇളക്കി മറിക്കുകയാണ് ചെയ്തത്. 3 ലക്ഷം വോട്ടാണ് അവിടെ നേടിയത്. അത് ചില്ലറയല്ല എന്നുള്ളതാണ്. എപ്പോഴും ശോഭാ സുരേന്ദ്രന് ഒരു മണ്ഡലം ഇളക്കി മറിച്ചു കൊണ്ടുവരാനായിട്ട് BJPക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശോഭാ സുരേന്ദ്രനെ പിന്നീട് വേറൊരിടത്തേക്ക് കൊണ്ടുപോകും. ഇതാണ് ചെയ്യുന്ന രീതി. ചെങ്ങന്നൂരിലും വലിയ പ്രകടനം ഇവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ തവണ 2021 സജി ചെറിയാൻ ഉണ്ടാക്കിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 39,000-ത്തിലധികം വോട്ടാണ്. അത് മറികടക്കുക എന്ന് പറയുന്നത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ നേട്ടം BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അതിനോടൊപ്പം തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിലും എന്തായാലും ഈ 3 മണ്ഡലത്തിൽ വിജയം ഉറപ്പായില്ലെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്തിയിരിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇനിയിപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ കോട്ടയം ജില്ലയിൽ ക്രൈസ്തവ മുഖമാണ്. ഷോൺ ജോർജിനെയും ഒക്കെയാണ് അവിടെ നിരത്തി നിർത്തിയിരിക്കുന്നത്. PC ജോർജും ഒക്കെ. പൂഞ്ഞാറിൽ നമുക്കറിയാം 2016 PC ജോർജ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിച്ച ഇടമാണ്. പക്ഷെ പിന്നീട് വന്നപ്പോഴത്തേക്ക് ഈ ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ടുകളൊക്കെ മാറി, മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മറിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ പരാജയം. അപ്പോൾ ഷോൺ ജോർജ് പാലയിലോ പൂഞ്ഞാറിലോ മത്സരിക്കും. പക്ഷെ അത് എത്ര വിജയം ഉണ്ടാക്കുമെന്നുള്ളതും നമുക്കിപ്പോൾ തീർച്ച പറയാൻ കഴിയത്തില്ല. എറണാകുളത്ത് തൃപ്പൂണിത്തറയാണ് ഇവർ ഏറ്റവും നോട്ടമിട്ടിരിക്കുന്നത്. A ക്ലാസ് മണ്ഡലമാണ്. തുറവൂർ വിശംബരൻ മത്സരിക്കുന്ന സമയത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 2020 ബലത്തിൽ കുന്നത്തുനാടും അവരുടെ നോട്ടത്തിൽ വരുന്നതാണ്. പിന്നീട് വരുന്നത് പറവൂരില്. അവിടെ BDJS സ്വാധീനമുള്ളത് കൊണ്ട് BJP അവിടെ വലിയ വോട്ട് നേടിയെടുക്കും. തൃശ്ശൂരാണ് വളരെ ശക്തി കേന്ദ്രമായി മാറുന്നത്. അവർക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ചാലക്കുടിയും കയ്പമംഗലവും ഇരിങ്ങാലക്കുടയും കൊടുങ്ങല്ലൂരും തൃശ്ശൂരും ഒല്ലൂരും ഒക്കെ BJP വലിയ കടന്നുകയറ്റം ഉണ്ടാക്കും. പക്ഷെ എന്തായാലും എത്രയിടത്ത് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 2ാം സ്ഥാനത്തെത്തും എന്നുള്ളത് ഉറപ്പാണ്. പാലക്കാട് വന്നിട്ട് പാലക്കാട് ടൗണും അതുപോലെ തന്നെ മലമ്പുഴയിലും BJPയുടെ മുന്നേറ്റമുണ്ട്. കോഴിക്കോട് ബേപ്പൂരും കോഴിക്കോട് സൗത്തിലും ഇവർക്ക് കൂടുതൽ വോട്ട് നേടിയെടുക്കാൻ കഴിയും. വയനാട്ടിലും കണ്ണൂരിലും ഇവർക്ക് പിടികിട്ടാത്ത ഇടമായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാസർഗോഡേക്ക് വരുമ്പോൾ മഞ്ചേശ്വരമാണ് വിജയസാധ്യതയുള്ളത്. ഒരു തവണ കെ സുരേന്ദ്രൻ 100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മികച്ച സ്ഥാനാർത്ഥിയെ കെ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിച്ചാലും വിജയം ഉറപ്പാക്കാവുന്ന ഇടമാണ്. എന്തായാലും
BJP ലക്ഷ്യം വയ്ക്കുന്നത് നിരവധി സീറ്റുകളാണ്. BJP എത്ര നേടുമെന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാൻ ഇതാണുള്ളത്. BJP വിജയം മണ്ഡലം എന്ന് പറയുന്നത്, എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് ഒരു 38 എണ്ണം ഉണ്ട്. അതിൽ വിജയം നമുക്ക് ഉറപ്പ് പറയാറായിട്ടില്ല. പക്ഷെ തിരുവനന്തപുരത്ത് വിജയം ഉണ്ടാകാം. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിലും വിജയം ഇവർക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ബാക്കിയുള്ളങ്ങളിൽ മികച്ച മുന്നേറ്റവും 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.